പാലക്കാട് ചുരം എന്ന് കേൾക്കുമ്പം താമരശ്ശേരി ചുരം പോലെ ഹെയർപിൻ വളവുകളുള്ള ഒരു ചുരമാണ് എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പാലക്കാട് ചുരം എന്ന ആ ഒരു പ്രയോഗം ഉള്ളത് കൊണ്ട് എല്ലാവരും അങ്ങനെയാണ് മനസ്സിൽ ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പാലക്കാട് വെസ്റ്റേൺ ഗട്ട്സിനുണ്ടായ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ആ പാലക്കാട് വിടവ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ പാലക്കാട്. അപ്പോൾ ഈ പാലക്കാട്ടെ നമ്മുടെ രണ്ട് ഭാഗത്ത് ഈ ഗ്രീൻ കളറിൽ മുകളിൽ കാണുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ് വന്ന് അവസാനിക്കുന്നത്. ഗുജറാത്ത് നിന്ന് തുടങ്ങുന്ന യാത്രയാണ് ഇവിടെ പാലക്കാട് വന്നിട്ട് അവസാനിക്കുന്നത്. ഞാൻ ആ വെസ്റ്റേൺ ഗട്ട്സിനെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗുജറാത്ത് നിന്ന് വരുന്ന വെസ്റ്റേൺ ഗട്ട്സ് വരുന്ന വഴി കണ്ടോ. ഇങ്ങനെ വന്ന് ഇവിടെ നീലഗിരി മലനിരകളിൽ വെച്ച് ഈസ്റ്റേൺ ഗട്ട്സ് അങ്ങോട്ട് പോകുന്നു. ഇവിടെ നമ്മുടെ ശിരുവാണി കഴിഞ്ഞ് ഇതാണ് മലമ്പുഴയുടെ ഭാഗം. അപ്പോൾ മലമ്പുഴയിൽ വെച്ചിട്ട് വെസ്റ്റേൺ ഗട്ട്സിന്റെ ഗുജറാത്ത് നിന്നുള്ള യാത്ര അവസാനിക്കും. ഇതാണ് മലമ്പുഴ ഡാം കാണുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാലക്കാടിന്റെ ഈ ഒരു ഗ്യാപ്പിന്റെ ഇങ്ങേ ഭാഗത്ത് നെല്ലിയാമ്പതി മലനിരകളാണ്. നെല്ലിയാമ്പതി, പറമ്പിക്കുളം, അങ്ങനെ പളനിയിലേക്ക് പോകും. ഇതിനെ നമ്മൾ ആനമലൈ എന്നാണ് പറയുന്നത്. അപ്പൊ ആനമല മലനിരകൾക്കും ഈ കാണുന്ന നീലഗിരി മലനിരകൾക്കും ഇടയിലുള്ള ഒരു ഗ്യാപ്പാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള ട്രെയിനുകൾ പാലക്കാട് ജംഗ്ഷനിൽ വരുന്നു. കോഴിക്കോട് നിന്നുള്ള ട്രെയിനുകൾ പാലക്കാട് ജംഗ്ഷനിൽ വന്നിട്ടാണ് ഈ റോഡിലേക്ക് പോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ അന്നത്തെ കാലം തൊട്ട് ഈ ഒരു മലനിരകൾ, കോഴിക്കോട് നിന്ന് നമുക്ക് മൈസൂരിലേക്ക് പോകാൻ വയനാട് ചുരം കയറാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് മൂന്നാർ ചുരം കയറിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഈ ഒരു പാലക്കാട് ഗ്യാപ്പിലാണ് നമ്മളെ പ്രധാന വാളയാർ, ഗോപാലപുരം, ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റുകളെല്ലാം ഇതിനിടയിലാണ് നിൽക്കുന്നത്. 45 കിലോമീറ്ററോളം വീതിയുള്ള സ്ഥലങ്ങളുമുണ്ട്, ഏകദേശം 30 കിലോമീറ്റർ വീതിയുള്ള സ്ഥലങ്ങളുമുണ്ട് വെസ്റ്റേൺ ഗട്ട്സിന് ഈ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ ഇതാണ് പാലക്കാട് ഗ്യാപ്പ് അല്ലെങ്കിൽ പാലക്കാട് ചുരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനിടയിലുള്ള ധാരാളം ടൗണുകൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്ന് പാലക്കാട് സിറ്റിയിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ഈ പൊള്ളാച്ചി വരെ നീണ്ടു കിടക്കുന്ന ഈ ഒരു ഗ്യാപ്പ് നോക്കൂ നിങ്ങൾ. ചിറ്റൂര്, കുയിൽമന്തം, തത്തമംഗലം, കൊല്ലങ്കോട്, നെന്മാറ, വടക്കഞ്ചേരി, ഇങ്ങനെ മുണ്ടൂര്, മലമ്പുഴ, ഈ ഒരു ഏരിയയാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത്.